ഹാലേൽ ഹാലേൽ വാഴ്ത്തി പാടിൻ. നേലിറയർ ബേഥലഹേമിൽ വാഴ്ത്തിയപ്പോ വാഴ്ത്തിപ്പാടിൻ. ദൈവാത്മജരേ വാഴ്ത്തിപ്പാടിൻ. ദൈവാത്മജരേ. സർവ്വലോകത്തിനുമുണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷമത്രേ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എന്തെന്നാൽ ദാവീദിന്റെ നഗരിയിൽ മിശിഹ കർത്താവായ രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി ജാതം ചെയ്തിരിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷകനായ യേശു ഈ ഭൂമിയിൽ പിറന്ന് വീണതിൻ്റെ ഓർമ്മ സ്മരിക്കപ്പെടുന്നതായ പുതുക്കപ്പെടുന്നതായ ഈ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് ഏറെ ആവശ്യമാണ്. യേശു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആദ്യമേ കാണുവാൻ ഭാഗ്യം ലഭിച്ച 2-3 കൂട്ടരെ നമുക്ക് പരിചയപ്പെടാം. യേശുവിൻ്റെ മാതാപിതാക്കളായ മറിയം ജോസഫും ആട്ടിടയന്മാരും ജ്യോതി ശാസ്ത്രജ്ഞന്മാരുമായിരുന്നു അവർ. ഈ 3 കൂട്ടരുടെയും ജീവിതത്തിലെ ചില ക്വാളിറ്റീസാണ് യേശുവിൻ്റെ ജനനത്തിൽ അവരെ കാണുവാനായിട്ട് അവരെ ദൈവം സഹായിച്ചതെന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ മാതാവും പിതാവും എത്രമാത്രം ആഴത്തിൽ ദൈവസ്നേഹത്തിൽ ജീവിച്ച് വളർന്നവരാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ജീവിതത്തിൽ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട്, സ്നേഹത്തിൽ ജീവിക്കുന്നവർക്ക് യേശുവിൻ്റെ ജനനം സാമീപ്യമായിരിക്കുന്നു, യേശുവിൻ്റെ ജനനം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ആട്ടിടയന്മാർക്കാണ് യേശുവിനെ അവൻ്റെ ജനനത്തിങ്കൽ അവനെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു കൂട്ടർ. എന്താണ് ഒരു ആട്ടിടയ ഗണത്തിൻ്റെ പ്രത്യേകത? അവർ വളരെ ജാഗരൂകരായി കഠിനാധ്വാനം ചെയ്ത് കണ്ണടക്കം പാലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഇരതേടി നടക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്നും തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം കാതും കണ്ണും കൂർപ്പിച്ചിരിക്കുന്ന അധ്വാനികളായ ജാഗരൂകരായ ഒരു വിഭാഗം. ജാഗ്രതയോടെ അധ്വാനിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ ജനനം സാമീപ്യമായി, അനുഭവമായി, അനുഗ്രഹമായി മാറ്റപ്പെടും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഏറ്റവും ഒടുവിലായി യേശുവിൻ്റെ ജനനത്തെ ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു കൂട്ടർ ജ്യോതി ശാസ്ത്രജ്ഞരാണ്. എത്രയോ ദൂരെ നിന്നും അവർ തങ്ങളുടെ ദേശത്തെ വിട്ട് തങ്ങൾക്ക് ലഭിച്ച വലിയ അറിവിൻ്റെ ദർശനത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ടവർ. യേശുവിൻ്റെ ജനനം മൂലം ഭൗതികമായ യാതൊരു നേട്ടവും അവർക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും അവർ തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ സ്വകാര്യതകളും തങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റ് പ്രാധാന്യമുള്ള പലതും മാറ്റിവെച്ചിട്ട് അവരിറങ്ങിപ്പുറപ്പെടുന്നത് യേശുവിനെ കാണുവാനാണ്. തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അറിവ്, ജ്ഞാനം അത് ദൈവത്തെ കാണുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജ്യോതി ശാസ്ത്രജ്ഞന്മാർ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് ഈ 3 കൂട്ടർക്കാണ്. ദൈവസ്നേഹം അനുഭവിച്ചവരും പകർന്നു കൊടുക്കുന്നവരും അതിൽ ജീവിക്കുന്നവരുമായവർക്കും അധ്വാനിച്ച് ജാഗ്രതയോടെ നോക്കിപ്പാർത്തിരിക്കുന്നവർക്കും തങ്ങളുടെ ജ്ഞാനത്തെ ദൈവികമായ ചിന്തകളിലൂടെ നേടാൻ ജീവിത വ്യഗ്രതയിലൂടെ കടന്നുപോയവർക്കും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കും യേശുവിനെ കാണുവാൻ ഭാഗ്യം ലഭിക്കട്ടെ. ഈ ചിന്തകളിലൂടെ നമ്മെ ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.